രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും കുരുക്ക്. രാഹുലിനെതിരെ പരാതിക്കാരിയുടെ ഭർത്താവ് കുടുംബജീവിതം തകർത്തുവെന്ന് മുഖ്യമന്ത്രിക്കും DGPക്കും നൽകിയ പരാതിയിൽ പറയുന്നു. ഡാൻ കുര്യനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഡാൻ, സത്യം ജയിക്കും, സത്യം മാത്രമേ ജയിക്കാവൂ എന്നുള്ള ഒരു പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്ന് ഇന്നുണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ പരാതിയുടെ വാർത്തയും എത്തിയത്. രാഹുലിന് എത്രത്തോളം കുരുക്കാകും DGPക്ക് മുഖ്യമന്ത്രിക്ക് നൽകിയ ഈ പരാതി? ആദ്യ കേസിൽ പരാതിയുമായി രംഗത്തെത്തിയ ഇരയുടെ ഭർത്താവാണ്. പാലക്കാട് സ്വദേശിയായ യുവാവാണ്. സംസ്ഥാന പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ BNSലെ സെക്ഷൻ 84 വകുപ്പ് ചുമത്തി കേസെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പരാതി കൈമാറിയിരിക്കുന്നത്. ഇമെയിലായി ഇന്നലെ രാത്രി അയച്ച പരാതിയിൽ ഗുരുതരമായ ചില പരാമർശങ്ങളാണ് നടത്തുന്നത്. തന്റെ കുടുംബം തകർത്തത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. തന്റെ അസാന്നിധ്യത്തിൽ താനില്ലാത്ത വീട്ടിൽ ആ അവസരം മുതലാക്കി കയറിക്കൂടി തന്റെ ഇരയായ ഭാര്യയെ വശീകരിക്കാനുള്ള നീക്കം നടത്തുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെ ദുരുപയോഗം ചെയ്യുകയായിരുന്നു എന്നാണ് പരാമർശം. അതോടൊപ്പം ഒരു പരിഹാരകൻ എന്ന നിലയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ ഇടപെട്ടതെന്നാണ് ആദ്യഘട്ടം മുതൽ തന്നെ രാഹുൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മധ്യസ്ഥ ചർച്ചയ്ക്കായി ഒരു തവണയെങ്കിലും തന്നെ ഫോണിൽ വിളിക്കേണ്ടിയിരുന്നില്ലയോ? അങ്ങനെ ഒരു ഫോൺ വിളിയും രാഹുലിന്റെ ഭാഗത്തുനിന്ന് തനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് കൂടി യുവാവ് പറയുന്നു. വലിയ തരത്തിലുള്ള മാനഹാനി തനിക്കും കുടുംബത്തിനും നേരിടേണ്ടി വന്നു. വ്യക്തിപരമായി തന്നെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിച്ചു. തന്റെയും ഇരയുടെയും ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാനുള്ള ബോധപൂർവമായ നീക്കമുണ്ടായി. അതോടൊപ്പം തന്നെ തന്റെ ഭാര്യയിൽ ഒരു കുഞ്ഞ് വേണമെന്ന ആഗ്രഹം രാഹുൽ മുമ്പോട്ട് വെക്കുകയും അങ്ങനെ ഗർഭം ധരിച്ച തന്റെ ഭാര്യയുടെ ഗർഭത്തിന്റെ ഉത്തരവാദി താനാണെന്ന് സ്ഥാപിക്കാനുള്ള നീക്കം രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അതിനുശേഷം ഗർഭചിത്രം നടത്താനുള്ള മരുന്ന് എത്തിച്ചു നൽകുകയായിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്ന് എങ്ങനെ അംഗീകരിക്കാനാവും? ഇയാൾക്ക് ഈ കേസിൽ ശിക്ഷ ലഭിക്കാതിരുന്നാൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും എന്ന തരത്തിലുള്ള പരാമർശവുമുണ്ട്. മാനഹാനി ഭയന്നാണ് പരാതിയുമായി നേരത്തെ രംഗത്തെത്താതിരുന്നതെന്നും എന്നാൽ തന്നെയും കുടുംബത്തെയും അധിക്ഷേപിക്കുന്ന തരത്തിൽ വലിയ തരത്തിലുള്ള പ്രചാരണം നടക്കുന്ന സാഹചര്യത്തിലാണ് അതിന് തടയിടണം. ഇനി ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം ആർക്കും നേരിടേണ്ടി വരരുത് എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പരാതി നൽകുന്നത് എന്നുമാണ് ഈ ഇമെയിലായി അയച്ചിരിക്കുന്ന പരാതിയിലെ പ്രസക്ത ഭാഗങ്ങൾ. സംസ്ഥാന പോലീസ് മേധാവിയാകും ഈ പരാതിയിൽ തുടർ നടപടികൾ സ്വീകരിക്കുക. ഒരുപക്ഷെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് തന്നെ ഈ പരാതി കൈമാറുമോ അതോ പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് തുടർ അന്വേഷണത്തിന് വേണ്ടി പരാതി കൈമാറുകയാണോ ചെയ്യുക എന്ന കാര്യത്തിൽ വൈകാതെ തന്നെ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ആദ്യം പരാതി നൽകിയ യുവതിയുടെ ഭർത്താവ്. ഡാൻ കുര്യനാണ് വിവരങ്ങളുമായി ചേർന്നത് തിരുവനന്തപുരത്ത്. PJ കുര്യനുമായി ഉള്ളത് സൗഹാർദ്ദപരമായിട്ടുള്ള സംഭാഷണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ പാലക്കാട് മത്സരിക്കില്ലെന്ന കുര്യന്റെ പരാമർശത്തെക്കുറിച്ച് സംസാരിച്ചില്ല. പക്ഷേ പറയാത്ത കാര്യമാണ് വാർത്തയായി വന്നതെന്ന് അദ്ദേഹം പരാമർശിച്ചിരുന്നു. എല്ലാവർക്കും അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ചെന്നിത്തലയുമായി സംസാരിക്കാത്തതോ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമായി തോന്നിയിട്ടില്ല. മന്നം ജയന്തിയുമായി ബന്ധപ്പെട്ട് നേതാക്കളുമായി പെരുന്നയിൽ വെച്ച് സംസാരിച്ചിരുന്നു. പാലക്കാട്ടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് പറയാനില്ലെന്നും രാഹുൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFലെ ചെറുകക്ഷികൾക്ക് ഇക്കുറി സീറ്റ് കുറയും. ഘടകകക്ഷികളുടെ വിജയസാധ്യതയില്ലാത്ത സീറ്റ് ഏറ്റെടുക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇതോടെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനും RSPക്കും സീറ്റ് കുറയുമെന്ന് ഉറപ്പായി. 2021 മത്സരിച്ച സീറ്റുകളിലും മാറ്റമുണ്ടാകും. പാർട്ടികളുമായി കോൺഗ്രസ് ആശയവിനിമയം ആരംഭിച്ചു. 5 സീറ്റുകളിൽ മത്സരിക്കുക എന്ന ഒരു അവകാശവാദം ഉന്നയിക്കുന്നതിനപ്പുറത്തേക്ക് കൂടുതൽ സീറ്റുകൾ ചോദിക്കാനുള്ള ഒരു നീക്കം RSPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് കരുതുക വയ്യ. അതിനപ്പുറത്തേക്ക് അവർക്ക് ഏത് വിധേനയും അക്കൗണ്ട് തുറക്കണം. അതായത് കഴിഞ്ഞ തുടർച്ചയായി നിയമസഭയിൽ പ്രാതിനിധ്യം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിന് ഒരു പരിഹാരം ഉണ്ടായേ കഴിയൂ. അതുകൊണ്ട് തന്നെയാണ് ജയസാധ്യതയുള്ള മണ്ഡലത്തിന് വേണ്ടി തന്നെ സീറ്റിന്റെ എണ്ണം കുറഞ്ഞാലും ലഭിക്കുന്ന സീറ്റ് ജയസാധ്യതയുള്ള മണ്ഡലത്തിലായിരിക്കണം എന്ന കൃത്യമായ ഒരു ആവശ്യത്തിലേക്ക് RSP നേതൃത്വം എത്തുന്നത് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. അതിന്റെ ഭാഗമായാണ്
കൊല്ലത്തിന് വേണ്ടി അടക്കം RSP അവകാശവാദം ഉന്നയിച്ചത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കൊല്ലം സീറ്റ് കോൺഗ്രസ് വിട്ടു നൽകാനുള്ള സാഹചര്യം നന്നേ കുറവാണ്. ഷിബു ബേബി ജോണാണ് കൊല്ലത്തിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തിയിരുന്നത്. പക്ഷേ നിലവിൽ കൊല്ലം സീറ്റ് കോൺഗ്രസ് വിട്ടു നൽകാത്ത ഒരു പശ്ചാത്തലമുണ്ടായാൽ ചവറയിൽ നിന്ന് തന്നെ ഷിബു ബേബി ജോൺ ജനവിധി തേടാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ചവറയിൽ ഏത് വിധേനയും വിജയമുറപ്പിക്കുക അതാകും RSPക്ക് മുമ്പിലെ ആദ്യ കടമ്പ, ഒരു പ്രധാനപ്പെട്ട കടമ്പ. കാരണം UDF അധികാരത്തിലേക്ക് എത്തിയാൽ കൃത്യമായി മന്ത്രിസ്ഥാനത്തേക്ക് എത്താൻ പ്രാപ്യനായിട്ടുള്ള ഒരാൾ RSPയുടെ മുഖമായി മാറുക ഷിബു ബേബി ജോൺ ആകും. അതുകൊണ്ട് അദ്ദേഹത്തിന് ജയസാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ തന്നെ മത്സരിക്കുകയും അവിടെ നിന്ന് വിജയിക്കുകയും അനിവാര്യതയായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് RSP നേതൃത്വം ഷിബു ബേബി ജോണൊക്കെ കടക്കുകയും ചെയ്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം, രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, അതായത് തിരുവനന്തപുരം ജില്ലയിൽ അവർ നേരത്തെ മത്സരിച്ച ആറ്റിങ്ങൽ, അവിടെ ഒരു തരത്തിലും അവർക്കൊരു സാധ്യതയില്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് 3 മണ്ഡലങ്ങൾ, അതായത് ഒന്നുകിൽ അരുവിക്കര, അതല്ല എങ്കിൽ വർക്കല, അതല്ല എങ്കിൽ വാമനപുരം, ഈ 3 മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അവർക്ക് നൽകണം എന്നതാണ് RSPയുടെ ആവശ്യം. അതോടൊപ്പം നേരത്തെ മത്സരിച്ച മട്ടന്നൂർ, അവിടെയും സമാനമായ ജയസാധ്യത കുറഞ്ഞ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പേരിനൊരു സീറ്റ് നൽകുക എന്നതിനപ്പുറത്തേക്ക് മട്ടന്നൂരിന് പകരം ആലപ്പുഴയിലെ സുരക്ഷിതമായ ഒരു സ്ഥലം തങ്ങൾക്ക് വേണം എന്ന ആവശ്യമാണ് RSP നേതൃത്വം UDFന് മുമ്പിൽ വെക്കുന്നത്. വരുന്ന 14-ാം തീയതി RSPയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരും, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വിലയിരുത്തും. അതോടൊപ്പം ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏതൊക്കെ നേതാക്കൾ എവിടെയൊക്കെ മത്സരിക്കണം എന്ന കാര്യത്തിലടക്കം ഒരു അന്തിമമായ ചിത്രം 14-ാം തീയതി ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇരവിപുരത്ത് അസീസിന് പകരം ബാബു ദിവാകരൻ ഇതിനോടകം തന്നെ അവകാശവാദവുമായി രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ RSPയുടെ ഭാഗത്ത് നിന്ന് UDFന് മുമ്പിലേക്ക് വെക്കുന്ന ആവശ്യങ്ങൾ ഏത് തരത്തിൽ UDF പരിഗണിക്കും, UDF ഏതൊക്കെ സീറ്റുകൾ നൽകും, അതിൽ ജയസാധ്യതയുള്ള ഏതൊക്കെ സീറ്റുകൾ വിട്ടു നൽകാൻ തയ്യാറാകും, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വരുന്ന 2 ആഴ്ചക്കകത്ത് ഒരു വ്യക്തത ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.